ഒരു ഘട്ടം കൂടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിക്കുകയാണ്. 57 ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ഇനി ബാക്കി. യുപിയിലെ 13, പഞ്ചാബിലെ 13, ബംഗാളിലെ 9, ബീഹാറിലെ 8 സീറ്റുകളടക്കമാണ് ഇനി ബൂത്തിലേക്ക് പോകേണ്ടത്. അടുത്ത മാസം 1-നാണ് അവസാനഘട്ട പോളിംഗ്. അന്നുതന്നെ എക്സിറ്റ് പോൾ ഫലവും പുറത്തുവരും. 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. ദില്ലി ഉൾപ്പെടെ ബൂത്തിലേക്ക് എത്തിയ 6-ാം ഘട്ട വോട്ടെടുപ്പിൽ ഇതുവരെ ലഭ്യമായ കണക്ക് പ്രകാരം 57.7% പോളിംഗ് രേഖപ്പെടുത്തി. രാജ്യം മാറിച്ചിരിക്കുന്നു. വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ്, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPIM, KVS ഹരിദാസ് BJP എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. KVS, 6-ാം ഘട്ട പോളിംഗ് കൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരു ഘട്ട തെരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണോ നിൽക്കുന്നത്? കാര്യങ്ങളൊക്കെ മാറി മറിയുന്നു എന്നുള്ള ഒരു നെറേറ്റീവ് വളരെ ശക്തമാണല്ലോ ശ്രീ KVS. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഹിസ്റ്റോറിക് എലക്ഷൻ. ഞാൻ ഹിസ്റ്റോറിക് എന്ന വാക്ക് വളരെ വളരെ ആലോചിച്ച് ഉപയോഗിച്ചത് തന്നെയാണ്. 77-ലേതുപോലെ 77-ലെ പോലെയല്ല, അതിനേക്കാൾ അപ്പുറം 984 രാജീവ് ഗാന്ധിക്ക് നേടാൻ കഴിയാതിരുന്ന നേട്ടം ഇത്തവണ നരേന്ദ്രമോദിക്ക് കിട്ടും. പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലത്ത് കാര്യമായ പ്രതിപക്ഷമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നടന്ന കേൾക്കൂ, പണ്ഡിറ്റ് നെഹ്റുവിന് കിട്ടാതെ പോലും നേടാൻ കഴിയാതിരുന്ന നേട്ടം ഇത്തവണ നരേന്ദ്രമോദിക്ക് കിട്ടും. ഏതാണ്ട് 50% വോട്ടോടുകൂടി BJP NDA അധികാരത്തിൽ വരുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന് ജൂൺ 4 വരെ കാത്തിരുന്നാൽ മതി. ജൂൺ 1-ാം തീയതി എക്സിറ്റ് പോൾ വരുമ്പോൾ ഏറെക്കുറെ ചിത്രം ബോധ്യമാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത്രമാത്രം അനുകൂലമാണ് രാജ്യത്തെ സ്ഥിതിഗതികൾ. ഈ പ്രതിപക്ഷം മുന്നണി ഉണ്ടാക്കി, കൂട്ടുകെട്ടുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തെ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയെ, ഗവൺമെന്റിനെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇതോടുകൂടി വെളിവായിട്ടുണ്ട്. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഹിസ്റ്റോറിക് എലക്ഷൻ. ഹിസ്റ്റോറിക് എലക്ഷൻസ് മീൻ ഇന്നേ വരെ ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും നേടാൻ കഴിയാത്തത്ര വലിയ ശതമാനം വോട്ടോടുകൂടി നരേന്ദ്രമോദി 3-ാം ടേമിൽ തിരിച്ചു വരുന്നു എന്നതാണ് അതിന്റെ പ്രാധാന്യം. 3-ാം ടേമിൽ തിരിച്ചു വരുന്നു എന്നതാണ് അതിന്റെ പ്രാധാന്യം. ശരി, ശ്രീ KVS പറയുന്നത് ശരിയാണെങ്കിൽ ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ജവഹർലാൽ നെഹ്റുവിന് മാത്രം ഇന്ത്യ സമ്മാനിച്ച ഒരു വിജയമായിരിക്കും അത്. അല്ല, ശ്രീ നികേഷ് കുമാർ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. ഇതൊരു ഹിസ്റ്റോറിക് ഇലക്ഷൻ ആവില്ല, മറിച്ച് ഇതൊരു റെപ്പറ്റീഷൻ ഓഫ് ഹിസ്റ്ററി ആയിരിക്കും. 2004-ലെ ഹിസ്റ്ററി പുനരാവിഷ്കരിക്കപ്പെടുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും. 2004-ൽ എന്തായിരുന്നു BJPയുടെ ആത്മവിശ്വാസം? ഷൈനിങ് ഇന്ത്യ, ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് BJP ഗവൺമെന്റ് താഴെ പോകുമെന്ന് പ്രതിപക്ഷത്ത് ഉള്ള നേതാക്കൾ പോലും വിശ്വസിക്കാതിരുന്ന ഒരു സമയത്ത് ഒരു സൈലന്റ് തരംഗം, ഒരു നിശബ്ദ തരംഗം ആ സർക്കാരിനെതിരായിട്ട് അലയടിച്ചത് തിരിച്ചറിയാൻ അന്നത്തെ BJP നേതൃത്വത്തിന് സാധിച്ചില്ല. അത് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. നോക്കൂ, 1-ാമത്തെ ഘട്ടത്തിൽ വന്നപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് ഈ പിള്ളേർ എംപോസിഷൻ എഴുതുന്ന പോലെ മോദി എത്ര തവണ പറഞ്ഞു? അവിടം വിട്ട് തൃശ്ശൂരിന്റെ ബൗണ്ടറി വിട്ടതിന് ശേഷം 1-ാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി എവിടെയെങ്കിലും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞോ? നരേന്ദ്രമോദി എവിടെയെങ്കിലും നോക്കൂ, ഞാൻ പണിത പാലം നോക്കൂ, ഞാൻ പണിത കോളേജ് നോക്കൂ എന്ന് പറഞ്ഞോ? വിദ്വേഷ പ്രസംഗത്തിന്റെ അയ്യര് കളിയാണ് അതിനുശേഷം മുമ്പ് എങ്ങും കാണാത്ത രീതിയിൽ നമ്മൾ കാണുന്നത്. എവിടെയാണ് പ്രശ്നം? 1-ാമത്തെ ലാപ്പിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് 3% കുറവാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത്. 2-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് 2.5 to 3.5% പോളിംഗ് കുറവുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പോളിംഗ് കുറവുണ്ടാവുന്നത്? ഒരു ഹൈ വോൾട്ടേജ് പ്രചരണം അത് ഏൽക്കുന്നില്ല. 2014-ലും 2019-ലും ഉള്ളതുപോലെ മോദി ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനം, ആ ഹൈ വോൾട്ടേജ് പ്രചരണം ഉണ്ടല്ലോ, അത് ഏൽക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ കൃത്യമായി അവരുടെ വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക്, പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. ശരി, വ്യക്തമാണ്. ദയവായി തുടരുക. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, നേരത്തെ കാലത്തൊക്കെ പറയുമായിരുന്നു CPMന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശ് കാരാട്ടിനോ സീതാറാം യെച്ചൂരിക്കോ ഒന്നും സ്വന്തം ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കാറില്ല എന്ന്. ഇപ്പോൾ സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ആർക്കുമോ
സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. പകരം അവർ ചൂലിനാണ് വോട്ട് ചെയ്യുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയും. നേരത്തെ ഇല്ലാത്ത സ്വന്തം താല്പര്യങ്ങൾ മറന്ന് പൊതുവായിട്ടുള്ള വിശാലമായ താല്പര്യമെന്ന്. ആ വിശാലമായ താല്പര്യം യഥാർത്ഥത്തിൽ 6 ഘട്ടം പിന്നിടുമ്പോഴും പൂർണ്ണമായും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരും ഒരേ മനസ്സോടുകൂടി BJP യെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ അനിൽകുമാർ? ജൂൺ 4 ഫലം വരുമ്പോൾ നരേന്ദ്രമോദിയും BJPയും പരാജയപ്പെട്ടാൽ ആ ജനവിധി BJP അംഗീകരിക്കുമോ എന്ന ചോദ്യത്തിനാണ് ബഹുമാനപ്പെട്ട KVS ഉത്തരം പറയേണ്ടത്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത് അദ്ദേഹം ബയോളജിക്കൽ മാതാപിതാക്കളാൽ ജനിച്ചയാളൊരാളല്ല, ദൈവം തിരഞ്ഞെടുത്തയച്ച ഒരു നിയോഗത്തിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ പുത്രനാണ് എന്നാണ്. ദൈവത്തിൻ്റെ പുത്രനെ അധികാര കസേരയിൽ നിന്നും മനുഷ്യന്മാർ വോട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമോ? ഇത് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ് ലോകത്തിൻ്റെ പലയിടത്തും. അങ്ങനെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടോ ദൈവത്തിൻ്റെ പുത്രനായിട്ടോ വന്നിട്ട് ഇന്ത്യ രാജ്യത്ത് ഒരു വോട്ടെടുപ്പിലൂടെ മാറാൻ ആ വോട്ടെടുപ്പിൻ്റെയോ ജനഹിതത്തിനോ ജനവിധിക്കോ ദൈവത്തെ ബാധിക്കുന്നതല്ല എന്ന് വാദിക്കാൻ തക്കവണ്ണമുള്ളൊരു പരിസരം ഉണ്ടാക്കാനാണോ ഈ ദൈവത്തിൻ്റെ കഥയായിട്ട് മോദി ഇറങ്ങിയത് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടൊരു പ്രധാനമന്ത്രിയാണ് നമുക്ക് ലഭിച്ചതെന്ന് നമ്മൾ പരിതപിക്കേണ്ടി വരും. ഇതിലേതോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടവട്ടങ്ങൾ ലംഘിച്ച ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ലംഘകനാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനകത്ത് ജനവിധി മോദിക്കെതിരാണ്, BJPക്കെതിരാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയുടെ അന്തകനായൊരു മോദിയെയും അന്തകനായിട്ടുള്ളൊരു ഭരണ സംവിധാനത്തെയും ഒരു പാർട്ടിയെയും അതിന് അരുനിന്ന് കൊടുക്കുന്നൊരു ഇലക്ഷൻ കമ്മീഷനെയുമാണ് ഇന്ത്യ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിനെയും മറികടക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ ജനങ്ങൾക്കും കഴിഞ്ഞു. അത് രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം വിജയമല്ല എന്ന് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വിജയം ഈ രംഗത്ത് മോദിക്കെതിരായും BJPക്കെതിരായും ഉയർത്തിയ പ്രതിരോധത്തിൻ്റെ എല്ലാ അവകാശവാദവും ഇന്ത്യയുടെ വൈവിധ്യ സമ്പന്നമായ ജനസമൂഹത്തിന് അവകാശപ്പെട്ടതാണ് എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത വിവിധ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ പരസ്പര തർക്കങ്ങൾ മറന്നിട്ടുണ്ട്. ആ മറക്കാൻ കാരണം എന്താണ്? ഭരണഘടനയാണ് അപകടത്തിൽ. അതുകൊണ്ട് സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയും വോട്ട് ചെയ്തത് ഏതെങ്കിലും ഒരു ചിഹ്നത്തിനല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അസുലഭമായ ഒരു സമര മുഹൂർത്തം ഇന്ത്യ രാജ്യത്തിന് ലഭ്യമായി. നമ്മൾ 2019 നിന്നും ഇന്നത്തെ ഒരു മാറ്റം ആലോചിക്കൂ. ഇന്ത്യ രാജ്യത്തെ പല സ്ഥലങ്ങളിലും കർഷക പ്രതിഷേധം മൂലം BJP സ്ഥാനാർത്ഥികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം 2019 ചിന്തിക്കാനാകുമായിരുന്നു. പല ഗ്രാമങ്ങളിലും BJPക്കെതിരെ ഉപരോധമാണ്. എന്തുകൊണ്ട് ഉപരോധം സംഭവിക്കുന്നു? രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ എല്ലാ കൊടുമുടികളും കീഴടക്കപ്പെട്ടതുപോലെ മാധ്യമങ്ങളുടെ എല്ലാ വിധത്തിലുള്ള വലിയ സംവിധാനങ്ങളെയും കോർപ്പറേറ്റുകൾ ഉപയോഗിച്ച് കീഴടക്കിയെങ്കിലും ധ്രുവ റാഡിയെപ്പോലുള്ള ആളുകൾ കടന്നു വന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം, യുവാക്കളിലുണ്ടായ മാറ്റം, ആ മാറ്റം ചെറുതല്ല. ശരി, ദൈവം അയച്ചതാണ് എന്നുള്ള മോദിയുടെ വചനം യഥാർത്ഥത്തിൽ എതിരായ ഒരു ജനവിധി ഉണ്ടാവുകയാണ് എങ്കിൽ അത് അംഗീകരിക്കില്ല എന്ന നിലപാടിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണോ? ഒന്ന്, ദൈവം അയച്ചതാണ് എന്ന് പറയുന്നു. 2, JP നഡ്ഡ തങ്ങളുടെ അധ്യക്ഷൻ പറയുന്നു ഞങ്ങൾ RSSുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഇതൊക്കെ അനാവശ്യമായ ചർച്ചകളാണ്. ഞാൻ അനിൽ പറഞ്ഞതിന് മറുപടി പറയാം. അതിനു മുമ്പ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ആ ഗ്യാരണ്ടി മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് BJP പോരാടുന്നത്. അതിനെക്കുറിച്ചൊന്നും ആർക്കും തർക്കം വേണ്ട. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വരുന്ന ഓരോ വിഷയങ്ങളോടും പ്രധാനമന്ത്രിക്ക് BJPയുടെ നേതാവെന്ന നിലയിൽ പ്രതികരിക്കേണ്ടി വരുന്നുമുണ്ട്. നിങ്ങൾ ആ പ്രസംഗം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസവും കാണുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം മോഡി ഗ്യാരണ്ടിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പലപ്പോഴും. അതിനിടയ്ക്ക് അദ്ദേഹം നടത്തുന്ന ചില പരാമർശങ്ങൾ വലിയ വലിയ വാർത്തയാകുന്നു എന്ന് മാത്രം. അത്രേ അതിനെ കാണേണ്ടതുള്ളൂ. രണ്ടാമത്തേത്, ദേശീയ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ CPMന്റെ സുഹൃത്ത് സൂചിപ്പിച്ചത് കണ്ടു. ഒന്ന്, ഈ CPMന് കേരളം വിട്ടാൽ അല്ലെങ്കിൽ കഷ്ടിച്ച് തമിഴ്നാട് കൂടി ഉണ്ടാവും. ഇത് കഴിഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയുള്ളേ? ഈ ദേശീയ തലത്തിൽ എന്നൊക്കെ അവകാശവാദം
പറഞ്ഞ കേൾക്കൂ. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാൽ ഇപ്പൊ നികേഷ് ഉൾപ്പെടെ പറഞ്ഞു BJPക്ക് എതിരായിട്ട് വലിയ മുന്നണി ഉണ്ടാക്കി, എല്ലാവരും ഒറ്റക്കെട്ടാണ്. നികേഷ്, ബംഗാളിലെ സ്ഥിതി എന്താ? BJPയും തൃണമൂലും അവിടെ കോൺഗ്രസ് CPM 3 മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. ഇന്നലെ ബംഗാളിൽ നടന്ന വലിയ വലിയ സന്യാസിമാരുടെ രോഷപ്രകടനം ഉൾപ്പെടെ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പഞ്ചാബിൽ സാധിക്കില്ല, ബംഗാളിൽ സാധിക്കില്ല, കേരളത്തിൽ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ബയോളജിക്കലായി ജനിച്ചതല്ല എന്ന് ഒരു പ്രധാനമന്ത്രി പറയാണ്. സ്ഥിരബുദ്ധിയുള്ള ഒരാൾ പറയുന്ന കാര്യമാണോ KVS അത്? അത് നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെയാണ് ജനങ്ങൾ ഇന്ന് കാണുന്നത്. ദൈവതുല്യനായിട്ടാണ്. ഈ അഴിമതി മുങ്ങിക്കുളിച്ച ഒരു രാജ്യത്തെ, തകർന്നടഞ്ഞ ഒരു രാജ്യത്തെ, നശിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യത്തെ രക്ഷിക്കാൻ ഒരു രാജ്യം, അതായത് 2014 തകർന്നടിഞ്ഞ രാജ്യമാണ് ഇന്ത്യ എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, ഞാൻ തകർന്നടിഞ്ഞതല്ല. എക്കണോമി നമ്മൾ ഏത് നിലയിലേക്ക് മോഡി ഉയർത്തിക്കൊണ്ടുവന്നു? എല്ലാ രാജ്യത്തിന്റെ സാമ്പത്തിക ഇന്ന് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. നിങ്ങൾ സെൻസെക്സ് നോക്ക് നികേഷേ, 75,000-ഓളം എത്തിയിരിക്കണോ സെൻസെക്സിന്റെ പോയിന്റ് ഇന്നലെ? നിസ്സാര കാര്യമാണോ? ലോകത്തെ രാജ്യത്തിന്റെ സ്വാഭാവിക വളർച്ച അതിന്റെ അടിസ്ഥാനത്തിൽ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് രാജ്യം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് KVS മറുപടി, ഞാൻ ദൈവപുത്രനാണ് അല്ലെങ്കിൽ എന്റെ ജനനം ജൈവികമല്ല എന്ന് സ്ഥിരബുദ്ധിയുള്ള ഒരാൾക്ക് പറയാനാകുമോ? KVS പറയോ? നിങ്ങൾ സ്ഥിരബുദ്ധി ഇല്ലാത്തവൻ എന്നൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്ഷേപിച്ചോളിൽ. നിങ്ങൾ അതിന്റെ അപ്പുറം പലതും ആക്ഷേപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നരേന്ദ്രമോദിയെ, അമിത്ഷായെ, BJPയെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരു മാധ്യമ അല്ല പൂർത്തിയാക്കട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ, ഇടയ്ക്ക് ഇടപെടില്ലേ? ഒരു മാധ്യമ സമൂഹം അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ പറയാം, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ജാതി ഈ എന്താ പറയാ ഫേക്ക് നാറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് മോഡിക്കെതിരായിട്ട്, അമിത്ഷായ്ക്കെതിരായിട്ട്, BJPക്കെതിരായിട്ട് എന്തെല്ലാം നടത്തിയാലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദിസ് ഈസ് ഗോയിങ് ടു ബി ഹിസ്റ്റോറിക് ഇലക്ഷൻ. ദിസ് ഈസ് ഗോയിങ് ടു ബി ഹിസ്റ്റോറിക് ഇലക്ഷൻ. നിങ്ങൾ എന്ത് ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, നരേന്ദ്രമോദിയെ ഏതെല്ലാം കാരണം പറഞ്ഞ് ആക്ഷേപിച്ചാലും, ഇത് ഞാനൊരു കാര്യം കൂടി പറയാം. 2002 ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ നരേന്ദ്രമോദിയെ ആക്രമിക്കുന്നതാണ് കോൺഗ്രസ്സുകാരും ഇവിടുത്തെ കുറെ മാധ്യമങ്ങളും ചേർന്ന്. ഒരുപാട് ആക്രമണങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലെ വേട്ടയാടപ്പെട്ട മാധ്യമങ്ങളാൽ, പ്രതിപക്ഷത്താൽ വേട്ടയാടപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ നേതാവ് മോഡിയെ പോലെ വേറെ ഉണ്ടാവില്ല. അതാണ് മോഡിയുടെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ 2014 എത്തുമ്പോഴും 2024 3ാമത്തെ ടേമിന് വേണ്ടിയിട്ട് അദ്ദേഹം മത്സര രംഗത്ത് വരുമ്പോഴും ജനങ്ങൾ കൈകൂപ്പി നിന്ന് തൊഴുന്നത്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പോ ഇവിടെ വസന്ത് തെങ്ങുംപള്ളി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ആദ്യഘട്ടത്തിൽ വളരെ കാഷ്വൽ ആയിരുന്നു, വളരെ കൂളായിരുന്നു മോദി ഗ്യാരണ്ടി എന്നുള്ള നിലയിൽ, 2047 വികസിത രാജ്യമാക്കുമെന്ന നിലയിൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിയൊക്കെ ആയിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? അബ് കി ബാർ 400 പാർ എന്നാണ്. 400-ലധികം കടക്കും എന്നുള്ള ആത്മവിശ്വാസം 1ാം ഘട്ടം കഴിയുന്നതുവരെ നരേന്ദ്രമോദിക്കും BJPക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന മംഗലസൂത്രം വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിഭവങ്ങൾ മുസ്ലിങ്ങൾ കട്ടെടുക്കുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബൻസ്വാര, നോക്കൂ, ചരിത്രത്തിൽ ഇന്ത്യ രാജ്യം നിലനിൽക്കുന്ന കാലഘട്ടം മുഴുവൻ ബൻസ്വാര എന്ന രാജസ്ഥാനിലെ ആ പ്രദേശം ഓർമ്മിക്കപ്പെടും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെയാണ് ഒരു പ്രധാനമന്ത്രി ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഏറ്റവും മോശമായ പ്രസംഗം നടത്തിയിട്ടുള്ളത്. KVS ഹരിദാസ് ഇതാ നോക്കുക, അവിടെ നിന്നും വർഗീയ ധ്രുവീകരണത്തിൽ നിന്നും നരേന്ദ്രമോദി മാറി അദ്ദേഹം പറയുകയാണ്, എൻ്റെ അമ്മ ആ അമ്മയോടുള്ള അനാദരവ് കൂടിയല്ലേ KVS ഹരിദാസ്? എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതല്ല എന്ന് ഒരു പ്രധാനമന്ത്രി വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ആ മൂല്യം കൊടുക്കുന്നില്ല, ആ വില കൊടുക്കുന്നില്ല എന്ന് പറയുന്ന നിലയിലേക്ക്. അതാണ് നേരത്തെ അനിൽകുമാർ ചോദിച്ചത്. ഇനിയിപ്പോൾ രാജ്യം മാറി ചിന്തിക്കുമ്പോൾ ആ മാറി ചിന്തിക്കുന്നത് എനിക്ക്, ദൈവപുത്രനായ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണോ ഭംഗ്യം തരേണ നരേന്ദ്രമോദി പറയുന്നത്?
നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ എങ്ങനെ വേണമെങ്കിലും ആക്ഷേപിക്കാം. നരേന്ദ്രമോദിയെക്കുറിച്ച് ഇന്ന് ഇന്ത്യയിലെ വലിയ വിഭാഗം ജനങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവതുല്യമായ ബഹുമാനമുണ്ട്, ആരാധനയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല, നിങ്ങളുടെ മനസ്സിലേക്ക് അത് കടന്നു വരുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ജനത തങ്ങളുടെ രക്ഷകനായിട്ട് കാണുന്നത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ടൈം കഴിഞ്ഞ് മൂന്നാമത്തെ ടൈമിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിനുള്ള ആരാധന, അദ്ദേഹത്തിൻ്റെ റാലികളിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ എണ്ണം ഒന്ന് നിങ്ങൾ വിലയിരുത്തി നോക്കൂ. എത്ര കോടിയല്ല നിങ്ങളുടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പങ്കെടുത്തത്? എത്ര കോടിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയും ആൾക്കാർ കണ്ടിട്ടുള്ളത്? ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായമാണ്. അതൊക്കെയാണോ ദൈവം എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ശ്രീകൃഷ്ണന്റെ വീഡിയോ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണനാണ് വലിയ ദൈവമെന്നും ശ്രീരാമന്റെ വീഡിയോ ആണ് കുറച്ച് കാണുന്നതെങ്കിൽ ശ്രീരാമൻ ചെറിയ ദൈവമെന്നും വിലയിരുത്താറുണ്ടോ? അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുടെ എണ്ണം കൂടുന്ന, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന വീഡിയോക്കാരായിരിക്കുമല്ലോ ദൈവം. ദൈവമാണെന്നല്ല ഞങ്ങളാരും പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? നിങ്ങൾ ആവശ്യമില്ലാത്ത ട്വിസ്റ്റ് അതിന് ആവശ്യമില്ലാത്ത ട്വിസ്റ്റ് അല്ല, പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ ന്യൂസ് 18-ലെ അഭിമുഖത്തിൽ വസന്ത് ദീപക്ക് എന്താ പറയാനുള്ളത് അക്കാര്യത്തിൽ? നിങ്ങളാണല്ലോ ആ വിഷയം തുടങ്ങി വെച്ചത്. ജനങ്ങൾ അദ്ദേഹത്തെ ദൈവതുല്യനായിട്ട് കാണുന്നു എന്നൊരു വസ്തുതയല്ലേ, യാഥാർത്ഥ്യമല്ലേ? എങ്ങനെയാണ് ദൈവതുല്യനാവുക? നരേന്ദ്രമോദി അദ്ദേഹം സ്വന്തമായി പറയാ, ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ പറയാണ്, ഞാൻ ബയോളജിക്കലായി എൻ്റെ അമ്മയിൽ നിന്ന് ഉണ്ടായതാണ് എന്നാണ് അമ്മ മരിക്കുന്നത് വരെ വിചാരിച്ചിരുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി അതല്ല എന്ന് പറയുമ്പോൾ ദൈവതുല്യനല്ല, എന്നെ ദൈവം നേരിട്ട് അയച്ച ദൈവപുത്രനാണ് ഞാൻ എന്നാണ് പറയുന്നത്. ദൈവപുത്രൻ എന്ന് ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഇമാക്കുലേറ്റ് കൺസെപ്റ്റാണ്. അതാണല്ലോ വെർജിൻ മേരി എന്ന് പറയുന്നത്, ഇപ്പോഴും മേരി വെർജിനായി തുടരുന്നത്. നോക്കൂ, അദ്ദേഹം സ്വന്തം അമ്മയിലൂടെ ഞാൻ ജനിച്ചതല്ല എന്ന് പറയുമ്പോൾ അതിലെന്താ അർത്ഥമാക്കുന്നത്? ദൈവതുല്യനായി കുറേ ആളുകൾ കാണുന്നു എന്നുള്ളതല്ല. അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാട് തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. പക്ഷേ അതുപോലും അല്ല നരേന്ദ്രമോദി ഈ രാജ്യത്തോട് പറയുന്നത്. വസന്ത് കപിൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെയൊക്കെ എത്താം. അല്ല ശ്രീ നികേഷ്, കുറെ കാലം അദ്ദേഹം സ്വന്തം ഭാര്യയെ തള്ളി പറഞ്ഞു, ഇപ്പൊ അമ്മയെ തള്ളി പറയുന്നു. നാളെ അദ്ദേഹം പിതാവിനെ തള്ളി പറയും, സഹോദരങ്ങളെ തള്ളി പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. ഇയാൾ നരേന്ദ്രമോദി അല്ല നുണേന്ദ്രമോദിയാണെന്ന് രാജ്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇദ്ദേഹം പറഞ്ഞത് ഞാൻ ഭിക്ഷാന്തേഹിയായിരുന്നു 40 വർഷം, ഈ തെരഞ്ഞെടുപ്പിനിടയിൽ പറഞ്ഞാണ്. പിന്നീട് അത് 35 വർഷമാക്കി. 35 ആയാലും ജാലിയാവില്ല. കാര്യം 53-ാമത്തെ വയസ്സിൽ ഇയാൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. 53-ാമത്തെ വയസ്സിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ആവുന്ന നരേന്ദ്രമോദി 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുമ്പോൾ ഭിക്ഷാന്തേഹിയായിരുന്നോ? അങ്ങനെ ഭിക്ഷാന്തേഹിയായ നരേന്ദ്രമോദിക്കാണോ ആ നാട്ടിലെ ഒരാൾ മകളെ വിവാഹം ചെയ്തു കൊടുത്തത്? ആണെന്നേ. നരേന്ദ്രമോദി ഭിക്ഷാന്തേഹിയാണ്. അദാനിയുടെ അംബാനിയുടെ കയ്യിൽ നിന്ന് മാത്രമേ മേടിക്കുകയുള്ളൂ എന്നൊരു പ്രശ്നമുണ്ട്. രണ്ടാമത് KVS പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നാൽ അഴിമതിയിൽ കുളിച്ചു നിന്നൊരു ഗവൺമെന്റിനെ താഴെ ഇറക്കി 2014-ൽ. ശ്രീ KVS, അന്ന് നിങ്ങളുടെ BJP, അന്ന് നിങ്ങളുടെ നേതൃത്വം പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതിയിൽ ഒന്നാണ് ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പ്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഹിമന്ത് വിശ്വ ശർമ്മ ഇന്നെവിടെയാ? BJP-യിലല്ലേ? അന്ന് നിങ്ങളുടെ ഗവൺമെന്റ് നാച്ചുറലി കറപ്റ്റഡ് പാർട്ടി എന്ന NCPയെ അമിത്ഷാ പോയി മഹാരാഷ്ട്രയിൽ വലിയ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നത് റിപ്പോർട്ടറിന്റെ ആർക്കൈവ്സിൽ കാണും. ആ നാച്ചുറലി കറപ്റ്റഡ് പാർട്ടിയുടെ ക്യാപ്റ്റൻ അജിത് പവാർ, അയാൾ ഇന്നെവിടെയാ? നോക്കൂ, നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾ 121 കേസുകൾ 2 വർഷത്തിനിടയിൽ എടുത്തിരിക്കുന്നു അഴിമതിയുമായി ബന്ധപ്പെട്ട്. അതിൽ 115 കേസുകൾ പ്രതിപക്ഷത്തിനെതിരാണ്. അവിടെ കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്. പോട്ടെ, ബാക്കി 6 കേസിലെ 6 കേസിൽ 1 അത് വസുന്ധര രാജ സിന്ധ്യയുടെ മകനെതിരായിട്ടാണ്. എപ്പോഴാണെന്ന് അറിയാമോ? രാജസ്ഥാനിൽ അവിടെ ഭരണത്തിലേക്ക് നിങ്ങൾ വരുന്നു എന്ന് കാണുമ്പോൾ ഓരോരോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കണ്ട. എനിക്കറിയാൻ മാറി നിൽക്കാൻ പറഞ്ഞ് ഒടുക്കം അവർക്കെതിരെ കേസെടുക്കുന്നു. അവർ പിൻവാങ്ങുമ്പോൾ ആ കേസും തേച്ചും അയക്കപ്പെടുന്നു. അതാണ് നിങ്ങളുടെ അഴിമതി വിരുദ്ധ പോരാട്ടം. അതുകൊണ്ട് അതിനെപ്പറ്റി അധികം പറയാത്തതാണ് നല്ലത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഏത് സംസ്ഥാനത്താണ് നിങ്ങൾ ജയിക്കുക ഇന്ത്യ ബ്ലോക്ക് എന്നാണ് ചോദിച്ചത്. ശ്രീ MV നികേഷ് കുമാർ, അങ്ങേക്ക് അറിയാമല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019-ൽ 12 സംസ്ഥാനം എണ്ണുമ്പോൾ 320 സീറ്റിൽ നിന്ന് 278 സീറ്റുകൾ നേടി BJP ജയിച്ചു 12 സംസ്ഥാനങ്ങളിൽ. ആ 12 സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഡൽഹി. ക്ലീൻ സ്വീപ്പ് 7 സീറ്റുകളിൽ. അവിടെ ഇത്തവണ മീനാക്ഷിയിലേക്കും ഇവരുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഹർഷവർദ്ധനെ പോലും മത്സരിപ്പിക്കാനുള്ള ആർജവം BJPക്ക് ഇല്ല. അവർ പേടിച്ചു പോയിരിക്കുന്നു. ഈ തവണ ക്ലീൻ സ്വീപ്പ് ഉണ്ടാവുമോ? ഡൽഹി, ഹരിയാന, പഞ്ചാബ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളാണ് ഈ 12 സംസ്ഥാനങ്ങൾ. അവിടെ നിന്ന് ഈ തവണ ഇവർക്ക് 278-ലേക്ക് കടക്കാൻ പറ്റുമെന്ന് KVS വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മലർപ്പടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. ബീഹാർ, എന്താ ബീഹാറിലെ അവസ്ഥ? കഴിഞ്ഞ തവണ 40-ലേറെ സീറ്റുകൾ അവർക്ക് കിട്ടിയതാണ്. ഈ തവണ അവിടെ ഒരു ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടർ മോദി ഫാക്ടർ അല്ല, അവിടെ തേജസ്വി ഫാക്ടറാണ് ആഞ്ഞടിക്കുന്നത്.
കർണാടകയിലേക്ക് വരാം. 27 to 28 അതാണ് സീറ്റുകൾ പ്രശ്നം ശ്രീ വസന്ത്. അതായത് തേജസ്വി ഫാക്ടർ ഉണ്ട്, കെജ്രിവാൾ ഫാക്ടർ ഉണ്ട്, ഉദ്ധവ് ഫാക്ടർ ഉണ്ട്, പവാർ ഫാക്ടർ ഉണ്ട്, സ്റ്റാലിൻ ഫാക്ടർ ഉണ്ട്. പക്ഷേ രാഹുൽ ഫാക്ടർ ഇല്ല, കോൺഗ്രസ് ഫാക്ടർ ഇല്ല. രാഹുൽ ഫാക്ടറും കോൺഗ്രസ് ഫാക്ടറും ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ ബ്ലോക്കിന് അധികാരത്തിലേറാൻ സാധിക്കൂ. അല്ല, ഇതിനെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഫാക്ടറിന്റെ പേരാണ് രാഹുൽ ഫാക്ടർ. എല്ലാവരെയും കോർത്തിണക്കി കൊണ്ടുപോകുന്ന സംവിധാനം തന്നെയാണ് എല്ലാ കാലത്തും കോൺഗ്രസിന്റേത്. ഇവരുടെ പോലെ ദൈവോത്മകമായ ദൈവപുത്രനായ ഒരു നേതാവ്, ആ നേതാവ് പറയുന്നതിനനുസരിച്ച് നിൽക്കുന്ന അണികൾ എന്ന പരിപാടിയല്ലല്ലോ കോൺഗ്രസിന്റെ. എല്ലാ കാലത്തും മുന്നണി സംവിധാനത്തെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ. അതിനെ കോർത്തിണക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് കോൺഗ്രസ്. അത് ഈ തവണ കോൺഗ്രസ് ചെയ്യുകയും ചെയ്യും. അതിലെന്താ സംശയമുള്ളത്? അതുകൊണ്ട് തന്നെ 2014 19 അവസ്ഥയല്ല 2024 എത്തുമ്പോൾ ഞാൻ ശരി, അതാണ് അക്കാര്യത്തിലുള്ള താങ്കളുടെ കാഴ്ചപ്പാട്. എനിക്കൊരു ഇടവേളയ്ക്ക് പോകണം. പക്ഷേ അഡ്വക്കേറ്റ് അനിൽകുമാർ, നോക്കൂ, രാഷ്ട്രീയം നോർമലൈസ് ചെയ്യപ്പെടും. ഇപ്പോൾ ഒരു അപ്രമാദിത്വം BJP ക്കുണ്ടായിരുന്നു, സംശയമില്ലാത്ത കാര്യമാണ്. നേരത്തെ അത് കേവല ഭൂരിപക്ഷമായിരുന്നുവെങ്കിൽ 303 സീറ്റ് നേടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി മാറി. ആ ഒരു ഏകാധിപത്യ സ്വഭാവത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു മെഗ്ലോമാനിയാക്കിൽ നിന്നോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വേറൊരു ദൈവിക വാദത്തിൻ്റെയൊക്കെ അംശത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ നോർമലൈസ് ചെയ്യാനെങ്കിലും ഒരുപക്ഷെ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ, NDA പ്ലസ് എന്ന ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ ഒരു BJP പ്രധാനമന്ത്രി തന്നെ രാജ്യത്ത് ഉണ്ടായേക്കാനുള്ള അവസ്ഥ, അങ്ങനെ നമുക്ക് ഘട്ടം ഘട്ടമായി പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C എന്ന നിലയിൽ താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയും വിലയിരുത്തിയിട്ടുണ്ടാവുമല്ലോ. ആ നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയം നോർമലൈസ് ചെയ്യപ്പെടും എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? എന്തായാലും BJP അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താൻ വേണ്ടി ഇന്ത്യ രാജ്യത്തെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിക്കുക, ഏറ്റവും വെറുക്കപ്പെട്ട പാർട്ടിയായി BJPയെ ജനങ്ങൾ കാണുക, ഇത് പുതിയ സംഭവമല്ല. നമ്മളത് ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ പലപ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെ പുറത്തുനിന്ന് പിന്താങ്ങി ഒരു സംവിധാനം ഇന്ത്യ രാജ്യത്തുണ്ടായി, നേരത്തെ ഉണ്ടായി. പക്ഷേ അധികാരത്തിൽ നിന്നും അധികാരം മാറി നിൽക്കാൻ കോൺഗ്രസ്സിന് പറ്റാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ്റുകൾ വീണത്. ദേവഗൗഡയുടെ ഗവൺമെൻറ്റും ഐക്യ ഗുജറാളിൻ്റെ ഗവൺമെൻറ്റും. അതിനുശേഷം വീണ്ടും ഭൂരിപക്ഷമില്ലെങ്കിലും കോൺഗ്രസ്സിന് ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ്റുകളെ നയിക്കാനായി. അത് 1-2 UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. പിന്നെ BJP അധികാരത്തിൽ വന്നു. ഒരിക്കൽ 13 ദിവസം BJP അധികാരത്തിൽ നിന്നൊരു ചരിത്രം, വാജ്പേയി പ്രധാനമന്ത്രിയായ ചരിത്രം ഇന്ത്യക്കുണ്ട്. തട്ടിട്ട് തുള്ളിയിട്ടും BJPക്ക് ഇപ്പോൾ ഒരാൾ പോലും പോയില്ല. ആ ജനാധിപത്യത്തിൻ്റെ ബലം BJPയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയാണ്. എന്താണോ BJPക്ക് അന്നുണ്ടായിരുന്ന അസ്പർശ്യത, അത് ഇന്ന് ശതഗുണീഭവിച്ചു എന്ന് പറയാം. ഈ BJP എടുത്തിട്ടുള്ള RSSൻ്റെ അജണ്ടകൾ നടപ്പാക്കുന്ന ഓരോന്നും BJP എന്തുകൊണ്ട് തിരസ്കൃതമാകണമെന്നുള്ളതിന് 1000 ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ബിജു ജനതാദളിൻ്റെ നേതാവ് എന്താ പറയുന്നത്? അദ്ദേഹത്തെ അപമാനിച്ചല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വയസ്സിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും BJP നുണ പറയുന്നതെന്നാണ് ഇന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പം മാനുഷികമായി ചിന്തിക്കുന്നവരാണോ നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാർ? ഒരു മുഖ്യമന്ത്രിയുടെ ആരോഗ്യ അപകടത്തിലാണ് എന്ന് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്ന് ഒരു സന്ദേശം കൊടുക്കുന്നത് BJP പ്രചരിപ്പിക്കുന്നത് എത്ര നിന്ദ്യമാണ്, മനുഷ്യത്വമില്ലാത്തവരാണ്. ഒരവസരം കിട്ടിയാൽ ഈ ബിജു ജനതാദൾ ഇങ്ങനെ ഒളിച്ചും പാത്തു നിൽക്കുന്ന രാഷ്ട്രീയം നടപ്പാക്കുമോ? മായാവ് നടപ്പാക്കുമോ? നമ്മൾ വിധേയനകത്ത് കാണുന്ന പോലെ ഭാസ്കര പട്ടേലരെ ഇട്ടച്ചോടുന്ന തുമ്മിയാണ് കാണാൻ പറ്റുക. അതുകൊണ്ട് NDAയിലെ ഘടകകക്ഷികൾ തുമ്മിമാരായി മാറുകയും അവർ പട്ടേലര് ചത്തയെന്ന് ഉറക്കം വിളിച്ചു പറയുകയും അങ്ങനെ ഇന്ത്യ രാജ്യത്ത് BJPയും നരേന്ദ്രമോദിയും ഏറ്റവും വെറുക്കപ്പെട്ട കൂട്ടരായി സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയും ചെയ്യുന്നൊരു ദിനമായിട്ട് ഈ ജൂൺ 4 എന്ന് പറയുന്ന മാറാൻ പോവുകയാണ്. ഒരുമിച്ച് മാറുമ്പോഴാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു പൊതു മിനിമം പരിപാടിയിൽ BJPയുടെ കൂടെയുള്ള ഘടകകക്ഷികൾ പട്ടേലരുടെ സെന്റിന്റെ മണം ആസ്വദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ചത്താൽ ഇട്ടിട്ടോടും. നികേഷ്, എനിക്ക് 2 മിനിറ്റ് സമയം തരണം. സമയമില്ലെങ്കിൽ ബ്രേക്കിന് ശേഷം മതി. പ്രശ്നമില്ല. പക്ഷേ 2 മിനിറ്റ് സമയം വിശദീകരിക്കാൻ ഞാനൊരു കണക്കാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. എനിക്ക് കണക്ക് അവതരിപ്പിച്ചാൽ ഇവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിയും, പ്രേക്ഷകർക്ക് അത് ബോധ്യമാവും. 2019 164 സീറ്റ് BJP ജയിച്ചത് 2 ലക്ഷത്തിലധികം വോട്ടിനാണ്. 105 സീറ്റ് ജയിച്ചത് 3 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ്. 44 സീറ്റ് BJP ജയിച്ചത് 4 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ്.
14 സീറ്റ് ജയിച്ചത് 5 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ്. ഈ മണ്ഡലങ്ങളിൽ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പ്രതിപക്ഷത്തിന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. 224 സീറ്റ് ഞങ്ങൾ 2019 ജയിച്ചത് 50%-ലധികം വോട്ട് നേടിക്കൊണ്ടാണ്. 50%-ലധികം വോട്ട്. അവിടെയൊക്കെ നിങ്ങൾ ആരെ കൂട്ടി മുന്നണി വന്നാലും ഒരു സ്ഥലത്തും എത്താൻ പോകുന്നില്ല. ഞങ്ങൾ ഇത്തവണ 272-ലധികം ലോകസഭയിൽ ഭൂരിപക്ഷത്തിന് ആവശ്യമായ 272 അപ്പുറം, പറ്റുമെങ്കിൽ 282 എങ്കിലും ഞങ്ങൾക്ക് 50% വോട്ടോടുകൂടി ഞങ്ങൾക്ക് MP-മാരെ ജയിപ്പിക്കാൻ കഴിയും. അതിനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതിനുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിനെ കുറിച്ചൊക്കെ ആശങ്കപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്കൊരാശങ്കയില്ല നികേഷേ, ഞങ്ങൾക്കൊരാശങ്കയുമില്ല. കാരണം ഞങ്ങൾ പേജ് പ്രമുഖന്മാരെ വച്ചിട്ട് ഇന്ത്യ ഒട്ടുക്കും പ്രവർത്തിച്ചിട്ടുണ്ട്. ആർക്കാണ് ഞങ്ങളുടെ അനുയായികൾ, ഞങ്ങളുടെ വോട്ടർമാർ ചെയ്തതെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. വോട്ട് ചെയ്യാൻ പോയിട്ടില്ലാത്ത ആൾക്കാർ അത് BJPക്ക് വോട്ട് ചെയ്യാത്തവരാണ്. അതും ഞങ്ങൾക്കറിയാം. കാരണം അവരെ ബൂത്തുകളിലേക്ക് കൊണ്ടുപോകാൻ, അവരെ പ്രേരിപ്പിക്കാൻ സംഘടന ഉണ്ടായിരുന്നില്ല. എത്ര ശതമാനം വോട്ടാ ഉത്തർപ്രദേശ് പക്ഷേ RSS ഇല്ല എന്നുള്ള പരാതി JP നഡ്ഡയ്ക്ക് ഏതായാലും ഉണ്ട്. കാരണം സാധാരണഗതിയിൽ വോട്ടർമാരെ മൊബിലൈസ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്, അതിന് എപ്പോഴും BJPയുടെ അടിത്തൂണായി നിന്നിട്ടുള്ളത് RSS ആണ്. RSS ഇല്ല എന്നുള്ള പരാതി JP നഡ്ഡയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലെ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഈ RSS വേണ്ട എന്ന് JP നഡ്ഡ പറഞ്ഞിട്ടുള്ളത്. താങ്കളുടെ മറുപടി ശിവസം തെങ്ങുപള്ളി നോക്കൂ, KVSന്റെ കണക്ക് കൃത്യമാണ്. 142 മണ്ഡലങ്ങളിൽ 2 ലക്ഷത്തിലധികം, 105 44 മണ്ഡലങ്ങളിൽ 4 ലക്ഷത്തിലധികം, 14 മണ്ഡലങ്ങളിൽ 5 ലക്ഷത്തിലധികം. ഇനി വരാൻ പോകുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50%-ലേറെ വോട്ട് നേടി 272 മണ്ഡലങ്ങൾ സ്വന്തമാക്കും. അതായത് നെഹ്റുവിന് കഴിയാത്ത രീതിയിൽ ആകെ വോട്ടിന്റെ 50% കടത്തും BJP. അല്ല ശ്രീ നികേഷ് കുമാർ, ശരിയാണ്. 2019 ഫാക്ടർ എന്തായിരുന്നു? അന്ന് മോദി എന്ന് വിളിക്കുന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു. എന്തുകൊണ്ടാ? ബാലാക്കോട്ടിൽ പോയി തിരിച്ചടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, നോക്കൂ, എന്നെ അനുഗ്രഹിക്കൂ, ആ തിരിച്ചടിക്ക് എന്റെ കൈകൾക്ക് ശക്തി പകരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി വന്നത്. സ്വാഭാവികമായും പുൽവാമയിൽ നമ്മുടെ ജവാന്മാർ നീക്കപ്പെടുമ്പോൾ അതിന് തിരിച്ചടി കൊടുത്തു എന്നുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ, ഒരു കുക്കിടപ്പ് സ്റ്റോറിയുമായി വരാൻ മോദിക്ക് സാധിച്ചിരുന്നു. പക്ഷെ അത് നുണയായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തെളിയിക്കപ്പെട്ടു. ഇപ്പോഴും BJPയുടെ 5 രൂപ മെമ്പർ ആയിട്ടുള്ള മുൻ കാശ്മീർ ഗവർണറുടെ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇതുവരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ BJP? ഇതുവരെ നിയമ നടപടിക്ക് മുന്നോട്ട് പോയിട്ടുണ്ടോ? അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അപ്പോ ആ ബാലാക്കോട്ട് ഫാക്ടർ, മോദി ഫാക്ടർ അല്ല, ആ ബാലാക്കോട്ട് ഫാക്ടർ ഇത്തവണ ഇല്ല. 2014 ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു, അത് മോദി ഫാക്ടർ അല്ല, ആന്റി UPA ഫാക്ടർ ആയിരുന്നു. UPA ഗവൺമെന്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്, UPA ഗവൺമെന്റ് ഒരു അഴിമതി ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നത് ഇവർ വിജയം കണ്ടു. അതിൽ അന്ന് ആം ആദ്മി പാർട്ടി അടക്കമുള്ള ഇടതു പാർട്ടികൾ അടക്കമുള്ളവർക്കും പങ്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അന്ന് അഴിമതിക്കാർ എന്ന് സുഷമാ സ്വരാജ് എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം പാർലമെന്റിനുള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞവരെല്ലാം ഇന്ന് BJP പാളയത്തിലാണ്. അത് ജനം തിരിച്ചറിയുന്നില്ലേ? അത് ജനം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വലിയ വേവ് രാജ്യത്തൊരിടത്തും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹം കണക്ക് പറഞ്ഞല്ലോ, ഞാൻ മറ്റൊരു കണക്ക് പറയാം. സൗത്ത് ഇന്ത്യയിൽ 29 സീറ്റ് കഴിഞ്ഞ തവണ കിട്ടിയത്, BJPക്ക് കിട്ടിയതിൽ 25 സീറ്റും കർണാടകയിൽ നിന്നാണ്. അവിടെ മോദി ഫാക്ടർ ആണോ ഇത്തവണയുള്ള നികേഷ്? ശ്രീ MV നികേഷ് കുമാർ, അവിടെ ഈ തവണ ഒരു ഫാക്ടർ, ഒരു കാറ്റ് വീശുന്നുണ്ട്. അത് പ്രജ്വൽ രേവണ്ണ ഫാക്ടറാണ്. ആ പ്രജ്വൽ രേവണ്ണ ഫാക്ടറിന്റെ ഇടയിൽ 25 സീറ്റ് എന്ന 2019 നമ്പർ പോയിട്ട് 2 അക്കം കടക്കാൻ BJPക്ക് കഴിയുമോ? മോദിയുടെ ഒരു വിശ്വാസത്തിൽ, ഒരു ഗ്യാരണ്ടിയിൽ പറയുന്നത് സ്ത്രീ സംരക്ഷണമാണല്ലോ. ഇവരുടെ തന്നെ നേതാവായ ബ്രിജ്ഭൂഷണെ ഭയന്ന് സ്വന്തം സഹപാർലമെന്റേറിയൻസിന് പോലും പാർലമെന്റിൽ കടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ഒടുക്കം ബ്രിജ്ഭൂഷണെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ട് അത് നടക്കാതെ വന്നപ്പോ ഒടക്കം മകൻ കരൺ ഭൂഷന് സീറ്റ് കൊടുത്തു. മോദി തന്നെ പറയല്ലേ, ഇതാ നിങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കെട്ടുതാലി പറിച്ച് ആർക്ക് കൊടുക്കും? മുസ്ലിങ്ങൾക്ക് കൊടുക്കും, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഈ രാജ്യത്തെ ഒളിമ്പ്യൻസ് അവരുടെ കെട്ടുതാലിയേക്കാൾ പവിത്രമായി അവരുടെ ആയുഷ്കാലം മുഴുവൻ പണിയെടുത്ത് സമ്പാദിച്ച മെഡലുകൾ ഉണ്ടല്ലോ, അവരിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മെഡലുകൾ, അത് കൊണ്ടുപോയി ഗംഗയിൽ ഒതുക്കേണ്ട ഗതി ഉണ്ടാക്കിയത് ആരാ? കെട്ടുതാലി കോൺഗ്രസ് വരച്ചെടുത്തത് ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അജണ്ട കോൺഗ്രസിനുള്ളതായി ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിനോളം തന്നെ പവിത്രമായി
ഇന്ത്യൻ രാജ്യത്തെ സ്ത്രീകളായിട്ടുള്ള ഒളിമ്പ്യൻസ്, ഇന്ത്യൻ രാജ്യത്തെ സ്ത്രീകളായ കായിക താരങ്ങൾ അവരുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മെഡലുകൾ പറിച്ചെടുക്കുന്ന പൃഥ്വിഭൂഷണെയും പറിച്ചെടുക്കുന്ന BJPയും രാജ്യം കണ്ടില്ലേ? അപ്പൊ സ്വാഭാവികമായും അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ചർച്ച ചെയ്യപ്പെട്ടത് കോൺഗ്രസിന് മാത്രം അനുകൂലമായല്ല, ഇന്ത്യ ബ്ലോക്കിന് ആകെ അനുകൂലമായി വരുമെന്നാണ് ഞങ്ങൾ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യ ബ്ലോക്ക് ഭരിക്കാൻ ശേഷിയുള്ള ഒരു മുന്നണിയായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇപ്പോൾ കോൺഗ്രസും DMK ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ തേജസ്വി യാദവിൻ്റെ RJD ആയിക്കൊള്ളട്ടെ, ശരത് പവാറിൻ്റെ NCP ആയിക്കൊള്ളട്ടെ, ഒപ്പം നിൽക്കുമെന്ന് കരുതാം. ഇടതുപക്ഷം ഒരു കോമൺ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഏത് മതേതര മുന്നണിയാണെങ്കിലും ഒപ്പം നിൽക്കുമെന്നും കരുതാം. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചോ മമതാ ബാനർജിയെ കുറിച്ചോ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഒരുപക്ഷെ താക്കറയെ കുറിച്ചോ ഉദ്ധവ് താക്കറയെ കുറിച്ചോ ആ നിലയിലൊരു കാഴ്ചപ്പാടില്ല. ഇവരൊക്കെ പല ഘട്ടങ്ങളിലും മാറിയും മറിഞ്ഞും വന്നിട്ടുള്ളതാണ്. നാളെ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തൊരവസ്ഥ വന്നാൽ NDA ++ എന്നുള്ളതാണ് സ്ഥിതിയെങ്കിൽ നരേന്ദ്രമോദിക്ക് പകരം വേറൊരു BJP നേതാവ് വരും. അത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണെന്ന് മമതാ ബാനർജി പറയും, അരവിന്ദ് കെജ്രിവാൾ പറയുന്നൊരു ഘട്ടമുണ്ടായേക്കില്ലേ? അങ്ങനെ ഒരു ആശങ്ക ഒരുപക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട സമയമായിട്ടില്ലേ? അല്ല, നമ്മൾ 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളെ ഭരിക്കാൻ പോകുന്നൊരാശയമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട KVS പറയുമ്പം അന്ന് 2019 ജനങ്ങളുടെ ഭൂരിപക്ഷം അവിടെ തന്നെ നിൽക്കുകയാണെന്നാണ് ബഹുമാനപ്പെട്ട KVS പറയുന്നത്. ആ ഭൂരിപക്ഷം അവിടെ നിൽപ്പുണ്ടെങ്കിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുകയോ കുറയുമോ? ആ വികാരം അതുപോലെ നിൽപ്പുണ്ടെങ്കിൽ BJPക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം കൂടുകയാണോ കുറയുകയാണോ? അനിൽകുമാർ, അക്കാര്യത്തിൽ BJPയുടെ ഒരു വാദം എന്ന് പറയുന്നത് BJP ആണ് ഒരു കേഡർ പാർട്ടി ഇന്ത്യയിൽ ആകമാനം ഉള്ളത്. ആ കേഡർ പാർട്ടിക്ക് തങ്ങളുടെ വോട്ട് മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞത് ഞങ്ങളുടെ നഷ്ടമായി നിങ്ങൾ കാണണ്ട. അവിടെയാണ് ഒരു കേഡർ പാർട്ടിയുടെ ആവശ്യത്തിനപ്പുറം ജനങ്ങൾ വോട്ട് ചെയ്യുന്നൊരു ഘട്ടം പറയാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. 2019 കേരളത്തിലെ കേഡർ പാർട്ടി എന്ന നിലയ്ക്ക് CPM-ഉം അത്ര കേഡറില്ലാത്ത കോൺഗ്രസുമാണ് ഉള്ളത്. ജനങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് CPM-നേക്കാൾ കേഡർ സ്വഭാവം കുറഞ്ഞ കോൺഗ്രസിന് വോട്ട് കൂടുതൽ കിട്ടിയത്? കേഡറിൻ്റെ പ്രശ്നമല്ലല്ലോ. നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനുള്ള വഴി എന്താണ്? അതെ, നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനുള്ള വഴി എന്താണ്? നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനുള്ള വഴി കോൺഗ്രസിലൂടെയാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചപ്പോൾ ജനങ്ങൾ പോയി വോട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് തന്നെ തിരിച്ചറിയുന്നൊരു വികാരമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയും 10 കൊല്ലത്തെ വികസന നേട്ടവും പറഞ്ഞ് വോട്ട് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു തർക്കം വരില്ല. ബഹുമാനപ്പെട്ട KVS-ൻ്റെ ആത്മവിശ്വാസം നല്ലതായിരിക്കും. 10 കൊല്ലം ഞങ്ങൾ ഇന്ന ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യണം. BJPയുടെ കേസ് എന്താണ്? RSS പറഞ്ഞതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. RSS പറഞ്ഞ 370-ാം വകുപ്പിൻ്റെ എടുത്തു കളയൽ, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം, അല്ലെങ്കിൽ പൊതു സിവിൽ കോഡ്, ഇതൊക്കെ ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും? ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മോദിക്ക് ഉത്തരമുണ്ടോ? നിങ്ങൾ ഇന്ത്യൻ പട്ടാളത്തിൽ പരിശീലനം കിട്ടുന്നൊരു തസ്തികയിൽ ഒരു ജോലി കിട്ടിയാൽ 4 കൊല്ലമാണ് നിങ്ങളുടെ സർവീസ്. പക്ഷേ പ്രധാനമന്ത്രിക്ക് 10 കൊല്ലം സർവീസ് കഴിഞ്ഞിട്ട് ഇനി 15ാമത്തെ കൊല്ലം സർവീസിന് വേണ്ടി അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരിയാനയിലെ ചെറുപ്പക്കാരൻ മോദിയോട് ചോദിക്കുന്നത്, ഞങ്ങളുടെ 4 കൊല്ലം ആക്കിയിട്ട് നിങ്ങൾ 15 കൊല്ലത്തെ സർവീസ് ചോദിക്കുന്നതിന് എന്ത് ന്യായം? അവർ മോദിയെ ദൈവത്തെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ജീവിതാനുഭവം മറ്റൊന്നാണ്, കർഷകൻ്റെ ജീവിതാനുഭവം മറ്റൊന്നാണ്. അതുകൊണ്ടാണ് മോഡിയുടെ വാചാടോപങ്ങളല്ല നിലനിൽക്കുന്നത്. ഇപ്പം നമ്മൾ മോദി വെറുക്കപ്പെട്ടവനായി ജനങ്ങൾ കണ്ടു, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റപ്പെടുത്തി, ഇതൊക്കെ പറയാം. പക്ഷേ ഈ ക്ലിൻ്റൻ്റെ അമേരിക്ക തന്നെയാണ് നരേന്ദ്രമോദിക്ക് പാസ്പോർട്ട് നിഷേധിച്ചത്. പിന്നെ അദ്ദേഹത്തെ ഇവിടെ ചുവപ്പ് പതാക വെച്ച് സ്വീകരിച്ചു. അമേരിക്ക എന്തിനാണ് പാസ്പോർട്ട് നിരോധിച്ചത്? നരേന്ദ്രമോദി അങ്ങോട്ട് കയറ്റാതിരുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷം പറഞ്ഞിട്ടാണോ? വംശഹത്യ എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. ഇപ്പം മണിപ്പൂരിൽ വംശഹത്യ എന്നൊരു പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ നരേന്ദ്രമോദി മണിപ്പൂരിൽ പോയോ ഈ തെരഞ്ഞെടുപ്പിൽ? ലോകം മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ്, പക്ഷേ പകലിറങ്ങി നടക്കാൻ മേല. മണിപ്പൂരിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾ ഭദ്രമെന്നാണോ നിങ്ങളുടെ നിലപാട് പറയുന്നത് ബഹുമാനപ്പെട്ട KVS? എന്തായാലും ഞാൻ KVS-ൻ്റെ സത്യസന്ധത സമ്മതിക്കുകയാണ്. 400+ എന്ന് മോദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ 282 കൊണ്ട് കിട്ടി. അല്ല, 272 50%. അപ്പോൾ ഇനി ഒരു ഘട്ടം കൂടി തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം അവിടെയാണ് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ 50% അവിടെ നിൽക്കുന്നതാണോ കരുതിയിട്ടുള്ളത്? അതിനുശേഷം വന്ന മാറ്റങ്ങളാണ് ഇവിടെ പറഞ്ഞത്.
നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ 1000 ഉദാഹരണങ്ങളുണ്ട്. വേറൊന്നും വേണ്ടല്ലോ. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ മനുഷ്യൻ എന്തുകൊണ്ട് നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് പറഞ്ഞു? നരേന്ദ്രമോദി എന്ന മനുഷ്യൻ എന്തുകൊണ്ട് സന്താനോൽപാദന ഫാക്ടറികളെക്കുറിച്ച് പറഞ്ഞു? എന്തുകൊണ്ട് അദ്ദേഹം മുസ്ലിം ബഡ്ജറ്റ് ഹിന്ദു ബഡ്ജറ്റ് എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് അദ്ദേഹം മംഗലസൂത്രത്തെ കയറി പിടിച്ചു? അപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രധാനമന്ത്രി അദ്ദേഹം മൂക്കറ്റം മുങ്ങി താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഒരു വൈക്കോത്തുരുമ്പിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുന്ന മോദിയാണ് ഇന്ത്യ കാണുന്നത്. അത് 1, 2 ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ മുങ്ങാൻ തുടങ്ങുന്ന കപ്പലാണ്, മുങ്ങാൻ തുടങ്ങുന്ന മോദിയാണ്. അതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ജനങ്ങൾക്ക് ബോധമില്ല, ജനങ്ങൾക്ക് ബുദ്ധിയില്ല എന്നൊന്നും BJPക്കാരെ മനസ്സിലാക്കരുത്. നിങ്ങളുടെ നറേറ്റീവിലൂടെ മാത്രം ആളുകൾ ചിന്തിക്കുന്നു. അതാണ് ഞാൻ ആദ്യത്തെ സ്റ്റേജിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. ധ്രുവ് റാഡി പണ്ടും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട KVS മണി ഞാൻ പറയാം, നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടിയോ കുറഞ്ഞോ? അങ്ങിപ്പോൾ ഈ ചർച്ച കഴിഞ്ഞ് എടുത്തു നോക്കൂ. നരേന്ദ്രമോദിയുടെ ചില പ്രസംഗങ്ങൾ കേൾക്കാൻ 14,000 പേര് തികച്ചില്ല. ഏത് പങ്കെടുത്തവരല്ല, അതിൻ്റെ വീഡിയോ. നേരത്തെ BJPയുടെ സെല്ലുകളിലൂടെ ധാരാളം പേരെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന, അലകലയും റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന പഴയകാല കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ. അതേസമയം എതിർഭാഗത്തുള്ളവരെ കേൾക്കാനും കാണാനുമുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും കാണാൻ പറ്റും. നമ്മളൊരു ചെറിയ ഇക്വേഷൻ എടുത്താൽ മതി. ഇവിടെ കാണുന്ന കാര്യം എന്താണ്? 2014 2019 RSSന്റെ BJPയുടെ IT സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾ നിൽക്കുന്നില്ല, ഇന്ത്യ നിൽക്കുന്നില്ല. ഇന്ത്യ നിൽക്കാത്തതിന് കാരണം വേറൊന്നുമല്ല, ഇന്ത്യയുടെ വൈവിധ്യമാണ്. ഞാനിവിടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി എന്തോ മഹാകാര്യം സാധിക്കുന്നു എന്നല്ല, ആ നെറേറ്റീവ് അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറയുന്നത് RSSന് ഇന്ത്യ കീഴ്പ്പെടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടിയാണ്. അത് ഞാൻ നേരത്തെ ചോദ്യത്തിൽ ഉന്നയിച്ച വിഷയം. 1977 എല്ലാ പാർട്ടികളും ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരേപോലെ അണിനിരന്നിട്ടുണ്ട്. ആ സർക്കാരിന് അധിക ആയുസ് ഉണ്ടായിരുന്നില്ല എന്നതുപോലെ തന്നെ നേരത്തെ BJPയോടൊപ്പം ഉണ്ടായിരുന്നവർ ഇപ്പോൾ നരേന്ദ്രമോദിയോടുള്ള എതിർപ്പ് കാരണം ഇന്ത്യ ബ്ലോക്കിനൊപ്പം ചേർന്നിട്ടുണ്ട്. ആ ചേർന്നവര് നാളെ നരേന്ദ്രമോദി അല്ല BJPയുടെ പ്രധാനമന്ത്രി എന്ന നില വന്നാൽ അവർ BJPക്കൊപ്പം പോകില്ല എന്ന് എന്തുറപ്പാണുള്ളത്? അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പറയാം. അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് അമിതാധികാര പ്രയോഗമായിരുന്നു, തെറ്റായിരുന്നു. അത് കോൺഗ്രസ് പാർട്ടി ചെയ്തതാണ്. പക്ഷേ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് RSSനെയാണ്. RSSന് അവസരം കിട്ടിയാൽ എന്ത് നടക്കുമെന്ന് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിലെ ഏതാണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ പുതിയ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ജയിലിൽ കിടക്കണോ മന്ത്രിസ്ഥാനത്തേക്ക് വേണോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ജയിലിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കുമല്ലോ. ശരി, ആയിക്കോട്ടെ. അതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ശ്രീ KVS ഹരിദാസ്, ഇനി അതിന് മറുപടി. അതായത് RSSന്റെ സേവനം ഇനി ആവശ്യമില്ല എന്ന് JP നദ്ദ പറഞ്ഞല്ലോ. RSS ആണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ മയക്കും പിടിച്ച് ജണ്ടേവാലയിലേക്കും പോയി നിൽക്കുമായിരുന്നു നാഗ്പൂരിൽ ഇല്ലെങ്കിൽ. പക്ഷേ ഇത്തവണ RSSന്റെ പ്രതികരണം ഏതെങ്കിലും മാധ്യമങ്ങളിൽ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. അപഗ്രഥിക്കാൻ കഴിയാത്ത ഒരു നിശബ്ദത RSSലുണ്ടതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ BJP RSSന്റെ സഹായം ഇല്ലാതെയാണോ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇത്തവണ? അല്ല നികേഷേ, JP നദ്ദ എന്താണോ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും നമ്മുടെ കുറേ മാധ്യമപ്രവർത്തകർക്ക് ഇല്ലാതെ പോയി. RSSന്റെ കുടുംബത്തിൽ തന്നെയാണ്. ഞാൻ വിശദീകരിക്കാം, തിരക്ക് പിടിക്കല്ലേ. RSSന്റെ കുടുംബം, RSS കുടുംബത്തിൽ തന്നെയാണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങളുടെയൊക്കെ റൂട്ടുകൾ, BJPക്കാരൻ്റെ റൂട്ടുകൾ RSSൽ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. RSS ഒരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്. അതാണ് അതിൻ്റെ പ്രഖ്യാപിത നിലപാട്. അതിനനുസരിച്ചാണ് അത് പ്രവർത്തിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പണ്ട് BJPക്ക് വേണ്ടത്ര ശക്തിയില്ലാത്ത കാലഘട്ടത്തിൽ BJPയെ സഹായിച്ചിട്ടുണ്ട് RSS. ഇരുമെയ്യും മറന്ന് സഹായിച്ചിട്ടുണ്ട്. ഇന്ന് BJPക്ക് സ്വന്തം കാലിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് RSS അതിൻ്റെ പ്രവർത്തനം നടത്തിക്കോട്ടെ. BJPക്ക് അത്രമാത്രം സഹായം, ഇന്നലകളിൽ ചെയ്തതുപോലുള്ള സഹായം RSSൽ നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ആവശ്യം വരില്ല. അതില്ലാതെ തന്നെ BJPക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതിനർത്ഥം RSSനെ തള്ളിപ്പറയാണെന്നാണോ? RSSൽ നിന്ന് വന്ന ആളാണ് നദ്ദ, നരേന്ദ്രമോദി, ഇവരൊക്കെ തന്നെ. RSSകാരനാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് അവരൊക്കെ തന്നെ. RSSന്റെ പ്രവർത്തകര് ദൈനംദിനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉണ്ടായില്ലെങ്കിലും BJPക്ക് വിജയിച്ച് കയറാൻ കഴിയും.
എന്നുള്ള ആത്മവിശ്വാസം, അത് BJP വളർന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് നദ്ദ വിശദീകരിച്ചത്. അതിന് വേറൊരു അർത്ഥവുമില്ല. ഇന്നും RSSും BJPയും ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പലതുമുണ്ട്, ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് RSSനെയും BJPയും അകറ്റാം, അതിനു വേണ്ടിയിട്ടാണ് നദ്ദ പ്രസ്താവന നടത്തിയത് എന്നുള്ള ഒരു വക്രീകരണം അതൊന്നും ഈ നാട്ടിൽ വേഗം പോകുന്നില്ല. RSSകാരെയോ BJPയോ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. JP Naddയുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: In the beginning, we would have been less capable, smaller, and needed the RSS. Today, we have grown and we are capable. The BJP runs itself എന്നാണ്. നോക്കൂ, ഞാൻ 1990കളുടെ അവസാനം ഡൽഹിയിൽ BJP ബീറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ഗോവിന്ദാചാര്യയിലൂടെ വളർന്ന ഗോവിന്ദാചാര്യ എന്ന സംഘടന മന്ത്രിയിലൂടെ വളർന്ന BJP ആണ് കണ്ടത്. പിന്നീട് നരേന്ദ്രമോദി ആയിരുന്നു, അതായത് 2000-ൽ AB വാജ്പേയി അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ സംഘടന മന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദി ആയിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ സ്ട്രൈക്ക് കോൾ ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കണോ അതോ ഡിഫൻസിൽ കളിച്ചാൽ മതിയോ തുടങ്ങിയ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ BJP എന്ത് തീരുമാനമെടുക്കണമെന്ന് ഒരു പ്രത്യയശാസ്ത്ര മുഖം, അത് RSS ആണല്ലോ, ആ പ്രത്യയശാസ്ത്ര മുഖം തീരുമാനമെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സംഘടന മന്ത്രിയിലൂടെയാണ്. ഇന്ന് ആ സ്ഥിതി ഇല്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ചോദ്യം, അതെന്തുകൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 5ാം ഘട്ടം കഴിയുമ്പോൾ BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പറയുന്നു എന്ന ചോദ്യം വരുമ്പോൾ അവിടെയാണ് 2024 ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ വരികയാണ് എങ്കിൽ ഒരുപക്ഷെ നരേന്ദ്രമോദി മാറി നിൽക്കട്ടെ എന്ന തീരുമാനം RSSൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ സ്വന്തം കാര്യം സ്വന്തമായിട്ടാണ് തീരുമാനിക്കുന്നതെന്ന് പറയുന്നത് എന്ന സംശയം ആളുകൾക്കുണ്ട്. ശ്രീ KVS ഹരിദാസ്. ഞാൻ നികേഷ് അതിലേക്ക് വരാം. എനിക്ക് 2 മിനിറ്റ് കൂടി സമയം തരണം. എങ്ങനെയാ ജനസംഘം രൂപീകരിച്ചത്? ഒരു പഴയ ചരിത്രമാണ്, കാരണം പ്രേക്ഷകരും കൂടി അറിഞ്ഞോട്ടെ. ജനസംഘം രൂപീകരിച്ച എങ്ങനെയാ? നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി രാജിവെച്ച് പുറത്തു വന്നു. അദ്ദേഹത്തിന് കോൺഗ്രസ് രാഷ്ട്രീയത്തോടുള്ള വെറുപ്പ് അറിയാമായിരുന്നല്ലോ. അദ്ദേഹം പരസ്യമായിട്ട് പല കാര്യങ്ങളിലും കാശ്മീർ ഇഷ്യൂ പോലുള്ള വിഷയങ്ങളിൽ പോലും പ്രകടിപ്പിച്ചതാണ്. അദ്ദേഹം പോയി കണ്ടത് അന്നത്തെ RSSന്റെ സർസംഘചാലക്കായിരുന്ന ഗുരുജി ഗോൾവാൾക്കറെയാണ്. നാഗ്പൂരിൽ പോയി കണ്ടിട്ട് പറഞ്ഞു, എനിക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കാൻ താല്പര്യമുണ്ട്. സംഘത്തെ പോലെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നിരുന്ന ഒരു പ്രസ്ഥാനത്തിന് എന്തെങ്കിലും സഹായം നൽകാൻ പറ്റുമോ? അന്ന് ഗുരുജി ഗോൾവാൾക്കർ പറഞ്ഞു, RSSന് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, പക്ഷെ താങ്കളെ പോലുള്ള ഒരാൾ മുന്നോട്ട് വരുമ്പോൾ താങ്കളെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് അന്ന് ഗുരുജി കൊടുത്ത കുറേ പ്രചാരകന്മാരുണ്ട്. RSSന്റെ പ്രചാരകന്മാരെ ശ്യാമപ്രസാദ് മുഖർജിയെ സഹായിക്കാനായിട്ട് വിട്ടുകൊടുത്തു. അതിലേറ്റവും പ്രമുഖനായിരുന്നു പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ, ജനസംഘത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. പിന്നീട് അദ്ദേഹം കോഴിക്കോട് സമ്മേളനത്തിൽ വെച്ച് ദേശീയ അധ്യക്ഷനായി. ഞങ്ങളുടെ താത്വിക ആചാര്യനാണ്. അടൽ ബിഹാരി വാജ്പേയി ആ ബാച്ചിലുള്ളതാണ്. LK അഡ്വാനി, സുന്ദർ സിംഗ് ഭണ്ഡാരി, അതേപോലെ JP മാത്തൂര്, ജഗന്നാഥ് റാവു ജോഷി, അവരൊക്കെ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് മാറി. അതുകൊണ്ട് ജനസംഘത്തിന് അന്ന് RSS വിട്ടുകൊടുത്ത പ്രചാരകന്മാരാണ് ഇവരൊക്കെ. അത്തരത്തിലുള്ള പ്രചാരകന്മാർ ഇന്നും BJPയിലുണ്ട്, സംസ്ഥാനങ്ങളിലുണ്ട്, ദേശീയ തലത്തിലുണ്ട്, മേഖലകളിലുണ്ട്, സോണലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. 1951 മുതൽ 2024 വരെ അതുണ്ട്. 2024 ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാണ്. അങ്ങനെയല്ല എന്ന് അതാണ് ഞാൻ പറഞ്ഞേ. പ്രചാരകന്മാരെ വേണ്ട എന്നൊന്നും BJP പറഞ്ഞിട്ടില്ല. BJP പറഞ്ഞത് എന്താ? RSS ഇന്നൊരു സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാവുന്ന ആ ജോലി, അവരുടെ ജോലികൾ മാത്രം ചെയ്താൽ മതി. JP നഡ്ഡയുടെ വായില് വാചകങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് KVS ഹരിദാസ് എന്ന് പറയുന്ന BJPയുടെ ഒരു സംസ്ഥാന സമിതി അംഗം. JP നഡ്ഡ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ല, JP നദ്ദ പറഞ്ഞതിന്റെ അർത്ഥവും വ്യാകരണവും അതിന്റെ എല്ലാം അത് ആ കാലഘട്ടത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന കാര്യം KVS നിഷേധിക്കില്ലല്ലോ. പുതിയ സാഹചര്യത്തിൽ അങ്ങനെയല്ല BJPയിലെ സ്ഥിതി. ഞങ്ങൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് 51-ല് ശ്യാമപ്രസാദ് മുഖർജിക്ക് നൽകിയിട്ടുള്ള RSSന്റെ പ്രചാരകരെ ഇനി വേണ്ട, ഇനി ഞങ്ങൾ തീരുമാനം എടുത്തോളാം, ഞങ്ങൾ വിളിക്കും, ഞങ്ങൾ തീരുമാനിക്കും.
തെറ്റാണ്. ശരി, അല്ല തെറ്റാണെന്നുള്ളത് ജെ പി നഡ്ഡ പറയണം. ആ നിലയിലുള്ള അവലോകനാണ് ഉണ്ടായിട്ടുള്ളത്. RSS അനിൽകുമാർ പറഞ്ഞോ, പൂർത്തിയാക്കാൻ പോവാണ്. ഒരു സെക്കൻഡ് കൂടി അല്ല നികേഷ്, എനിക്കൊരു സെക്കൻഡ് കൂടി തരണം. കാരണം നികേഷ് ആദ്യം മുതൽ പറയുന്ന കാര്യത്തിൽ തെറ്റുണ്ട്. സംഘടൻ മന്ത്രി അല്ല തീരുമാനം എടുക്കുന്നത്, ഇതൊരു ജോയിന്റ് ടീമാണ്. പറയാം, മാർഗനിർദ്ദേശ മണ്ഡലമുള്ള പാർട്ടിയല്ലേ നിങ്ങളുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. പറഞ്ഞു കേൾക്കൂ. അല്ലല്ല, പറഞ്ഞു കേൾക്കൂ. നിങ്ങളുടെ വിശദീകരണം തെറ്റാണെന്ന് പറഞ്ഞ നിങ്ങളുടെ കാഴ്ചപ്പാടില്ല. നിങ്ങൾ ഇത്രയും കാലമായിട്ടും BJP മനസ്സിലാക്കിയിട്ടില്ല. ആര് പറഞ്ഞു? അല്ല, മനസ്സിലാക്കിയിട്ടില്ല എന്ന് അതിന്റെ അളവൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും ശേഖരവേശ. പക്ഷേ എല്ലാ കാലഘട്ടത്തിലും BJP നിരീക്ഷിക്കുന്ന BJP വാർത്താ സമ്മേളനങ്ങളിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് ഞങ്ങളുടെ സംഘടനാ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞങ്ങളുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള RSS പ്രചാരകനാണ് എന്നുള്ളതാണ്. ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് ഈ നരേന്ദ്രമോദി ആയിരുന്നു സംഘടനാ ജനറൽ സെക്രട്ടറി. ആ ആളായിരുന്നു തീരുമാനം എടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് എന്നാണ് അന്ന് എല്ലാ ബ്രീഫിംഗിലും ഞങ്ങൾ കേട്ടോണ്ടിരുന്നത്. ശരി, അനിൽകുമാർ പൂർത്തിയാക്കൂ. നികേഷേ, കൂട്ടായ തീരുമാനമാണ് BJP-യുടെ പ്രത്യേകത. അങ്ങോട്ട് പോയി RSS തലവനെ കണ്ടു എന്ന് പറയുന്ന കഥ തെറ്റാണ്. ശ്യാമപ്രസാദ് മുഖർജി അങ്ങോട്ട് പോയി RSS തലവനെ കണ്ടു എന്ന് തെറ്റാണ്. അതൊരു പ്ലാനാണ്. നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി 1900 ഞാൻ പറയട്ടെ 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വന്തം വീട്ടിൽ പതാക ഉയർത്തിയില്ല എന്ന് ആരോപണം വന്നു. നെഹ്റു അതിന് ശ്യാമപ്രസാദ് മുഖർജി കത്തെഴുതിയപ്പോൾ എന്തായിരുന്നു മറുപടി? എൻ്റെ വീട്ടിൽ ഞാൻ ഭഗവത് പതാകയും ഉയർത്തി, അതുപോലെ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പതാകയും ഉയർത്തി എന്നായിരുന്നു മറുപടി. അതിനർത്ഥം എന്താണ്? ശ്യാമപ്രസാദ് മുഖർജി മന്ത്രിസഭയിൽ അംഗമാകുമ്പോഴും RSS ആണ്. മാത്രമല്ല, ഗാന്ധി വധത്തെ തുടർന്ന് RSS നിരോധിക്കപ്പെട്ടപ്പോൾ നിരോധനം നീക്കാൻ നെഹ്റുവിന് കത്തെഴുതി ശ്യാമപ്രസാദ് മുഖർജി. അപ്പം നെഹ്റു ശ്യാമപ്രസാദ് മുഖർജിയോട് ചോദിക്കുന്നുണ്ട്, RSSനെ കുറിച്ചുള്ള നിങ്ങളുടെ ബോധ്യത്തിൻ്റെ തെളിവെന്താണ്, നിങ്ങളുടെ ബോധ്യത്തിൻ്റെ ഉറവിടം എന്താണ്? ഇവിടെ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ശ്യാമപ്രസാദ് മുഖർജി തന്നെ RSSന്റെ ഉൽപ്പന്നമാണ്. നിങ്ങൾ ഈ പറഞ്ഞ പല ആളുകളും RSSന്റെ ഉൽപ്പന്നമാണ്. പക്ഷെ ഉൽപ്പന്നമായി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തമായി LK അദ്വാനി മൂലക്കുരുത്തി 75മായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി മൂലക്കിരിക്കാൻ തയ്യാറല്ല എന്ന പ്രതിസന്ധി വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ പ്രശ്നം ഒരു വൈരുദ്ധ്യം തന്നെയാണ്. ആ വൈരുദ്ധ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി മുഴങ്ങാൻ പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ശരി, അവസാനമായി ശ്രീ വസന്ത് തെങ്ങുംപള്ളി, രാജ്യം മാറി ചിന്തിക്കുന്നു എന്നതാണ് നമ്മുടെ വിഷയം. ശ്രീ നികേഷ് കുമാർ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ തന്നെ നട്ടുവളർത്തിയ RSS തന്നെ നട്ടുവളർത്തിയ ചന്ദനമരമാണ് ഏത് നരേന്ദ്രമോദിയും അമിത്ഷായും. പുരയ്ക്കുമീതെ വളർന്നാൽ ചന്ദനം നമ്മൾ നട്ടതാണോ നമ്മൾ പാലൂട്ടി വളർത്തിയാണോ എന്ന് നോക്കാൻ പറ്റുമോ? വെട്ടിയല്ലേ പറ്റൂ. RSSന്റെ അവസ്ഥ ഇന്ന് അതാണ്. നോക്കൂ, പെഗാസസുമായി ബന്ധപ്പെട്ട് RSSന് പ്രിയങ്കരനായ നിതിൻ ഗഡ്കരിയെ വാച്ച് ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞ RSSന്റെ തന്നെ നേതാവായിരുന്ന വസുന്ധര രാജെ സിന്ധ്യയെ ഭീഷണിപ്പെടുത്തി. മീനാക്ഷി ലേഹിയും ഹർഷവർദ്ധനും അടക്കമുള്ള RSSന്റെ ഓൺ പ്രൊഡക്റ്റുകൾക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. അതായത് RSSന് മുകളിൽ അമിത്ഷാ നരേന്ദ്രമോദി കൂട്ടുകെട്ട് വളരുന്നുണ്ടെന്ന് RSS ഭയപ്പെടുന്നു. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളർന്നു നിൽക്കുന്നത് കിളിച്ചുണ്ടൻ മാമ്പഴം തരുന്ന മാവാണെങ്കിലും നമ്മൾ തന്നെ നട്ടുവളർത്തിയതാണെങ്കിലും നമ്മൾ തന്നെ വളമിട്ട് കൊടുത്തതാണെങ്കിലും പുരയ്ക്കുമീതെയാണെങ്കിൽ വെട്ടിയേ മതിയാകൂ എന്ന് RSSന് ബോധ്യപ്പെട്ടു. അത് കോൺഗ്രസിന് തോന്നിയാൽ പോരല്ലോ, വസന്ത് തെങ്ങുംപള്ളിക്ക് തോന്നിയാൽ പോരല്ലോ. RSSൽ നിന്ന് നമ്മളൊരു അക്ഷരം കേട്ടിട്ടില്ല JP നഡ്ഡയുടെ ഇന്ത്യൻ എക്സ്പ്രസ് അഭിമുഖത്തിന് ശേഷം. അല്ലല്ല, യോഗേന്ദ്ര യാദവ് വളരെ കൃത്യമായി പറയുന്നുണ്ടെന്നേ. ഗ്രാമീണ രണ്ടേ കാര്യങ്ങളാണ്. ഒന്ന് വോട്ട് ചെയ്യിപ്പിക്കാൻ വന്നിരുന്ന RSS വരെ കാണാനില്ല. 2 ഇതാ ഒരു ഏകാധിപതി. ഈ 2 വാക്കുകളും യോഗേന്ദ്ര യാദവ് പറയുന്ന ഇന്ത്യയുടെ പൾസാണ്. ഏകാധിപതിയായ നരേന്ദ്രമോദിയും RSSന്റെ പിന്തുണയില്ലാത്ത ആ ഏകാധിപതിയുമാണ്. അത് ജൂൺ 4 വളരെ കൃത്യമായി അങ്ങേക്കടക്കം മനസ്സിലാവും. ആ ഏകാധിപതിക്ക് റൈസിന കുന്നിൽ നിന്ന് കരഞ്ഞു വിലപിച്ച് ഇറങ്ങിപ്പോകേണ്ട ഗതിയും ഉണ്ടാവും, സംശയം വേണ്ട. ശരി, 30 സെക്കൻഡ് കൂടി KVS. നിങ്ങൾ പ്രശാന്ത് കിഷോറിനെ ഇറക്കി പകരം, പക്ഷെ പൊളിഞ്ഞുപോയി. കരൺ താപ്പർ എടുത്തിട്ട് അലക്കി. അല്ല നികേഷേ ഇതൊന്നും പറയണ്ട. ജൂൺ 4 നമുക്ക് ചിത്രം വ്യക്തമാകും. ഞങ്ങൾക്കൊരു സംശയമില്ല. ഞാനത് ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. 50% വോട്ട് നേടി മോഡി വീണ്ടും പ്രധാനമന്ത്രിയാവും തേർഡ് ടൈം. അതൊരു ചരിത്രമായിരിക്കും. ഇന്ത്യക്ക് ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടുണ്ടാവില്ല. അന്ന് തകർന്ന് തരിപ്പണമാകുന്നത് 40 സീറ്റ് പോലും കിട്ടാത്ത കോൺഗ്രസ് ആയിരിക്കും. ഞങ്ങൾ 400 സീറ്റ് എന്ന് പറയുമ്പോൾ
കോൺഗ്രസിന് 40 സീറ്റ് കിട്ടാത്ത ചിത്രം കാണേണ്ടി വരും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അത് ഇവിടത്തെ കഴിഞ്ഞ കുറെ നാളായിട്ട് മോഡി വിരുദ്ധത ചുമന്നുകൊണ്ട് നടക്കുന്നവർക്കുള്ള വ്യക്തമായ മറുപടിയുമാണ്. വാട്സാപ്പ് ഒരു സംശയം വാദങ്ങൾ ഇവിടെ നിരത്തല്ലേ, ഇതൊക്കെ ആളുകൾ കേൾക്കുന്നല്ലേ. കോൺഗ്രസിന് 40 സീറ്റോ എന്തായി കോൺഫിഡൻസ് ഉണ്ട് നികേഷ്. കുറെ കാലായില്ലേ KVS ഈ രാഷ്ട്രീയ പ്രവർത്തനവും നോക്കിക്കോളൂ നിരീക്ഷക പണിയൊക്കെ എടുക്കുന്നത്. നോക്കിക്കോളൂ നമ്മൾ ജൂൺ 4-ാം തീയതി കാണുമല്ലോ നികേഷ്. ജൂൺ 4-ാം തീയതി കാണണം KVS. സ്വപ്നം കണ്ട് ഉറങ്ങട്ടെ. മൺസൂണൊക്കെ അല്ലേ 4-ാം തീയതി വരെ ആ സ്വപ്നമൊക്കെ കണ്ട്. മാത്രമല്ല 4-ാം തീയതി ഒന്നും പറഞ്ഞേക്കരുത്, എനിക്ക് ക്ഷീണമാണ്, വയ്യ എന്നൊന്നും പറഞ്ഞേക്കരുത്. ഓക്കെ, വസന്ത് കമ്പിളി കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM, KVS ഹരിദാസ് BJP. നന്ദി സഹകരിച്ചതിന്. Debate with MV Nikesh Kumar.